നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹൊറിഗല്ലു. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. പഠിക്കാൻ പൊതുവെ എളുപ്പം ഉള്ള ഒരു ചാപ്റ്ററുമാണ് ഹൊറിഗല്ലു. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഹൊറിഗല്ലു ആസ് എ സിമ്പിൾ എന്നൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ അടയാളം. The word Horegallu literally means a stone bench that can bear weight. A stone bench that can bear weight. ഭാരം താങ്ങാൻ കഴിവുള്ള ഒരു സ്റ്റോൺ ബെഞ്ചിനെയാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. It is a large flat stone placed horizontally over two vertical ones. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് രണ്ട് വെർട്ടിക്കൽ കല്ലുകളുടെ മുകളിൽ കുറുകെ വെക്കുന്ന ഒരു കല്ല്. നമ്മൾ മലയാളത്തിൽ ചുമട് താങ്ങി എന്നൊക്കെ പറയുന്ന സാധനം. So it is a large flat stone placed horizontally over two vertical ones. Thus it makes a stone bench. കണ്ടാലൊരു സ്റ്റോൺ ബെഞ്ച് പോലൊക്കെ ഇരിക്കും. A Horegallu is seen in a typical Indian village. ഒരു തനി ഇന്ത്യൻ ഗ്രാമത്തിലാണ്, തനി നാടൻ ഗ്രാമത്തിലാണ് ഹൊറിഗല്ലു കാണുന്നത്. Horegallu is seen in typical Indian village. Horegallus are usually placed under massive trees. ഒരു സ്പേസ് ഉണ്ട്. Horegallus are usually seen under massive trees. വലിയ മരങ്ങളുടെ ചുവട്ടിലാണ് പൊതുവെ ഹൊറിഗല്ലൂസ് കാണുന്നത്. Which provide much needed shade and succor for travelers. ട്രാവലേഴ്സിന് ആവശ്യമായ തണലും ആശ്വാസവും നൽകുന്ന ഹൊറിഗല്ലൂസ് കാണപ്പെടുന്നത് മരത്തിന് ചുവട്ടിലാണ്. ട്രാവലേഴ്സ് ക്യാൻ സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ദ ട്രീ. ട്രാവലേഴ്സിന് വന്ന് കുറേ സമയം ആ മരത്തിന് ചുവട്ടിലിരിക്കാം. ദേ സിറ്റ് ഓൺ ദ ഹൊറിഗല്ലുവിലിരിക്കും. പ്ലേസ് ദ തിങ്സ് ദേ ക്യാരി ഓൺ ഇറ്റ്. അവർ കൊണ്ടുവരുന്ന സാധനം അതിൻ്റെ മുകളിൽ വയ്ക്കും. റെസ്റ്റ് ഫോർ സം ടൈം. കുറേ നേരം റെസ്റ്റ് എടുക്കും. ഷെയർ ദ ന്യൂസ് വിത്ത് എ ഫെലോ ട്രാവലർ. കൂടെയുള്ള യാത്രക്കാരനോട് ന്യൂസ് ഷെയർ ചെയ്യും. ആൻഡ് വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ എർത്തേൺ പോട്ട്സ് നിയർ ദ ട്രീ. മരത്തിൻ്റെ അടുത്ത് വെള്ളം മൺകുടത്തിൽ വെച്ചിട്ടുണ്ടാവും. ആൻഡ് പീപ്പിൾ കുഡ് ക്വെൻസ് ദെയർ തേഴ്സ്റ്റ്. ആളുകൾക്ക് അവരുടെ ദാഹം ശമിപ്പിക്കാനായിട്ട് സാധിക്കും. ഫോർ സുധാമൂർത്തിയെ സംബന്ധിച്ച് ടു പീപ്പിൾ, ഹർ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന, തൻ്റെ ഗ്രാൻഡ് ഫാദറും രത്നയും ദേ ആക്ടഡ് ആസ് ഹൊറിഗല്ലൂസ്. അവർ ഹൊറിഗല്ലൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കേ, ആദ്യം ഹൊറിഗല്ലു എന്താന്ന് പറയണം. എ ഹൊറിഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. ഇറ്റ് ഈസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ two vertical ones. Horegallus are seen in typical Indian villages. Horegallus are placed near massive trees which provide much needed shade and succor for the passengers. Travelers would come, sit on it, take rest for some time, would place the things they carry on it, would share the news of the road. For Sudhamurti, water would be kept in earthen pots near the Horegallu and people could quench their thirst from that. For Sudhamurti, her grandfather and Ratna acted as Horegallus. Our grandfather in the words നോക്കിക്കേ, grandfather would say a Horegallu is essential in any journey. ഏത് യാത്രയിലും ഒരു ഹൊറിഗല്ലു അത്യന്താപേക്ഷിതമാണ്. We all carry our burden according to our situations and capacities. നമ്മളുടെ സിറ്റുവേഷനും കപ്പാസിറ്റീസും അനുസരിച്ചാണ് നമ്മളെല്ലാം ഭാരം താങ്ങുന്നത്. But once in a while we need to stop. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിൽക്കണം. Put down the burden താത്തു വെക്കണം. Take rest for some time. കുറേ നേരം റെസ്റ്റ് എടുക്കണം. And refresh to pick up the load once again. വീണ്ടും ആ ലോഡ് എടുക്കാനുള്ള റിഫ്രഷ്ഡ് ആയിട്ട് മാറണം. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, ഹൊറിഗല്ലു literally means a stone bench that can bear weight. It is a large flat stone placed horizontally over two vertical ones. Horegallus are seen in typical Indian villages and they are placed near massive trees which provide shade and succor for the travelers. Travelers from long distance would come, sit on the Horegallu, place the things they carry on it, would take rest for some time, then only they will be refreshed enough to pick up that burden once again. Horegallu helps people regain their strength. ആളുകൾ അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനാണ് ഹൊറിഗല്ലൂസ് ഹെൽപ്പ് ചെയ്യുന്നത്. And for Sudhamurti, two people, her grandfather and Ratna acted as Horegallus. Her grandfather would say a Horegallu is essential in any journey. ഏത് യാത്രയിലും ഹൊറിഗല്ലു എസെൻഷ്യൽ ആണ്. We all carry burden according to our situations and capacities. നമ്മളുടെ സാഹചര്യവും നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളെല്ലാം ഭാരം വഹിക്കുന്നവരാണ്. But every once in a while, ഇടയ്ക്കിടയ്ക്ക് we need to stop. നമ്മൾ നിൽക്കണം. Put down the burden. ഭാരം ഇറക്കി വെക്കണം.
take rest for some time. കുറേ നേരം റെസ്റ്റ് എടുക്കണം. Then only we will be refreshed enough to pick up that load once again. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ലോഡ് വീണ്ടും നമുക്ക് പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. Horegallu helps people regain their strength. Horegallu ആളുകളെ അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ സഹായിക്കും. And Ratna would say, nobody can solve others' problems. They have to solve it by themselves. രത്ന പറയുന്നതാണ്, മറ്റാർക്കും ആരുടെയും പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. They have to solve it by themselves. Nobody can solve others' problems. They have to solve it by themselves. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊട്ടേഷൻ ആണ് when a person in trouble. When a person in trouble, പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, or under a lot of strain, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിനിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, finds an outlet for his worries, തൻ്റെ ദുഃഖങ്ങൾ ഒഴുക്കി കളയാനായിട്ട് ഔട്ട്ലെറ്റ് കണ്ടെത്തുകയാണെങ്കിൽ it relieves half his burden, അത് ആ വ്യക്തിയുടെ പകുതി ഭാരം കുറയ്ക്കും. നോക്കിക്കേ, nobody can solve others' problems. They have to solve it by themselves. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. Ratna's attitude that God has given me 2 years to listen to others is symbolic of the physical presence of the Horegallu. രത്നയുടെ ആറ്റിറ്റ്യൂഡ് ആണ് God has given me 2 years to listen to others. മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ ദൈവം എനിക്ക് 2 കാതുകൾ തന്നിട്ടുണ്ടെന്നുള്ളത്. It is symbolic of the physical presence of the Horegallu. അത് ഹൊറിഗല്ലുവിൻ്റെ ഫിസിക്കൽ പ്രസൻസിൻ്റെ ഏകദേശം സിമിലർ ആണ്. കേൾക്കാൻ, താങ്ങുവാൻ, കരുതലേകുവാനായിട്ട് 2 കാതുകളുണ്ട് എന്ന രത്നയുടെ വാക്കുകൾ. A Horegallu gives people physical relief. ഒരു ഹൊറിഗല്ലു ആളുകൾക്ക് കൊടുക്കുന്നത് ശാരീരികമായ റിലീഫാണ്. Whereas the presence of people like the grandfather and Ratna give them psychological relief. ഗ്രാൻഡ്ഫാദറിനെയും രത്നയും പോലുള്ള ആളുകളുടെ പ്രസൻസ് അവർക്ക് കൊടുക്കുന്നത് സൈക്കോളജിക്കൽ റിലീഫാണ്. Their presence has the same effect as the presence of a Horegallu. അവരുടെ പ്രസൻസിന് ഹൊറിഗല്ലുവിൻ്റെ പ്രസൻസിൻ്റെ അതേ ഇഫക്റ്റ് ആണുള്ളത്. The psychological comfortment and mental refreshment that they would give people, അവർ ആളുകൾക്ക് കൊടുക്കുന്ന സൈക്കോളജിക്കൽ റിഫ്രഷ്മെൻറ്റും മെൻ്റൽ കംഫർട്ടും ഈ സിംബോളിക് ഓഫ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ഹൊറിഗല്ലു. ഹൊറിഗല്ലുവിൻ്റെ ഫിസിക്കൽ പ്രസൻസിന് ഏതാണ്ട് സമാനമാണ്. So let's look into it once again. A Horegallu literally means a stone bench that can bear weight. It is a large flat stone placed horizontally over 2 vertical ones. And Horegallus are seen in typical Indian villages. They are usually placed near massive trees which would provide shade and succor for travelers, and travelers from long distance would come, sit on it, take rest for some times. They would chat with a fellow traveler and would share the news of the road. And water would be kept in earthen pots near the Horegallu, and people could quench their thirst by drinking the water. And for Sudhamurti, her grandfather and Ratna acted as Horegallus. Her grandfather would say a Horegallu is essential in any journey. We all carry our burdens according to our situations and capacities, but every once in a while we need to stop, put on that burden, take rest for some time, then only we will be refreshed enough to pick up that load once again. A Horegallu helps people regain their strength. Ratna's words. Ratna says nobody can solve others' problems, they have to solve it by themselves. When a person in trouble or under a lot of strain finds an outlet for his worries, തൻ്റെ ദുഃഖങ്ങൾ ഒഴുക്കി കളയാനുള്ളൊരു മാർഗം കണ്ടാൽ ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബർഡൻ, അത് അയാളുടെ ഭാരത്തിൻ്റെ പകുതി കുറയ്ക്കും. ആൻഡ് രത്നാസ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്, എനിക്ക് ദൈവം 2 കാതുകൾ തന്നിട്ടുണ്ട് എന്ന ആറ്റിറ്റ്യൂഡ് ഈ സിംബോളിക് ഓഫ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ഹൊറിഗല്ലു. ഹൊറിഗല്ലു താങ്ങുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൊറിഗല്ലു ഗിവ്സ് പീപ്പിൾ സൈക്കോളജിക്കൽ റിലീഫ്, ഫിസിക്കൽ റിലീഫ്. ഹൊറിഗല്ലു ആളുകൾ കൊടുക്കുന്ന ശാരീരികമായ റിലീഫാണ്, ഫിസിക്കൽ റിലീഫാണ്. വേറാസ് പീപ്പിൾ ലൈക്ക് ഗ്രാൻഡ്ഫാദർ ആൻഡ് രത്ന വുഡ് ഗിവ് ദം സൈക്കോളജിക്കൽ റിലീഫ് ആൻഡ് മെൻ്റൽ റിഫ്രഷ്മെൻറ്റ്. സൈക്കോളജിക്കൽ റിലീഫും മെൻ്റൽ റിഫ്രഷ്മെൻറ്റുമാണ് ഗ്രാൻഡ്ഫാദറിൻ്റെ രത്നയും പോലുള്ള ആളുകൾ അവർക്ക് കൊടുക്കുന്നത്. ആൻഡ് ദെയർ പ്രസൻസ് ഹാസ് എ സെയിം ഇഫക്റ്റ് ആസ് ദ പ്രസൻസ് ഓഫ് ദ ഹൊറിഗല്ലു. ഹൊറിഗല്ലുവിൻ്റെ പ്രസൻസിൻ്റെ സെയിം ഇഫക്റ്റാണ് അവരുടെ പ്രസൻസിനുള്ളത്. ആൻഡ് ദ സൈക്കോളജിക്കൽ കംഫർട്ട് ആൻഡ് ദ മെൻ്റൽ റിഫ്രഷ്മെൻറ്റ് ദാറ്റ് ദേ വുഡ് ഗിവ് പീപ്പിൾ ഈ സിംബോളിക് ഓഫ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ഹൊറിഗല്ലു. അവർ കൊടുക്കുന്ന സൈക്കോളജിക്കൽ റിലീഫ് ഹൊറിഗല്ലുവിൻ്റെ ഫിസിക്കൽ പ്രസൻസിന് സിംബോളിക്കാണ്. ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കുറേ പോയിന്റുകൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫോർ സുധാമൂർത്തി ദ മെമ്മറീസ് ഓഫ് ഹർ ഗ്രാൻഡ് ഫാദർ ഹർ ചൈൽഡ്ഹുഡ് വില്ലേജ് ലൈഫ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. സുധാമൂർത്തിയെ സംബന്ധിച്ച് തൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്.
There was a large banyan tree in the middle of the village. വില്ലേജിൻ്റെ ഒത്ത നടുക്ക് ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. ആൻഡ് വെയർ ഷീ യൂസ് ടു സ്പെൻഡ് ഹർ ടൈം പ്ലേയിങ്. അവിടെയാണ് സുധാമൂർത്തി കളിക്കാൻ പോവാറുണ്ടായിരുന്നത്. ദ ട്രീ വാസ് ലൈക്ക് എ മാസീവ് അംബ്രല്ല വിച്ച് പ്രൊവൈഡഡ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് സക്കർ ഫോർ ദ ട്രാവലേഴ്സ്. ട്രാവലേഴ്സിന് ആവശ്യമുള്ള ഷെയ്ഡും സക്കറും കൊടുക്കുന്ന ഒരു അംബ്രല്ല മാതിരിയായിരുന്നു ഈ മരം. ആൻഡ് ട്രാവലേഴ്സ് വുഡ് സ്പെൻഡ് ദെയർ ടൈം സിറ്റിംഗ് അണ്ടർ ദ ട്രീ. ട്രാവലേഴ്സ് ആ മരത്തിന് ചുവട്ടിലിരുന്ന് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ദെയർ വാസ് എ ഹൊറിഗല്ലു അണ്ടർ ദ ട്രീ ഓൺ വിച്ച് എനിവൺ കുഡ് സിറ്റ്. ആർക്കും ഇരിക്കാവുന്ന, പ്ലേസ് തിങ്സ് ദേ ക്യാരി, അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന, റെസ്റ്റ് ഫോർ സം ടൈം, റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന, ആൻഡ് ഷെയർ ന്യൂസ് വിത്ത് എ ഫെലോ ട്രാവലർ. ട്രാവലറിനൊപ്പം ന്യൂസ് ഷെയർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കുന്ന, അവരെ എനേബിൾ ചെയ്യുന്ന ഒരു ഹൊറിഗല്ലു ഉണ്ടായിരുന്നു. ആൻഡ് വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൺ പോട്ട്സ് നിയർ ദ ട്രീ. ട്രീയുടെ അടുത്ത് വെള്ളം കൊണ്ടുവച്ചിരിക്കും. ആൻഡ് പീപ്പിൾ കുഡ് ക്വെൻച്ച് ദെയർ തേഴ്സ്റ്റ്. ആളുകൾക്ക് അവരുടെ ദാഹം ക്വെഞ്ച് ചെയ്യാൻ പറ്റും, ശമിപ്പിക്കാൻ പറ്റും. ഫോർ മൂർത്തി ദ ഹൊറിഗല്ലു ഈസ് കണക്റ്റഡ് വിത്ത് ദ മെമ്മറീസ് ഓഫ് ഹർ ഗ്രാൻഡ് ഫാദർ. സുധാമൂർത്തിയെ സംബന്ധിച്ച് ഹൊറിഗല്ലുവിൻ്റെ ഓർമ്മ തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓർമ്മയുമായിട്ട് കണക്റ്റഡ് ആണ്. ഹർ ഗ്രാൻഡ് ഫാദർ ഈസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ഹു വുഡ് കം ആൻഡ് സ്പെൻഡ് അവേഴ്സ് അണ്ടർ ദ ട്രീ സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച്. ഗ്രാൻഡ് ഫാദർ ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. ഹി വുഡ് കം സിറ്റ് ഓൺ ദ ഹൊറിഗല്ലു ആൻഡ് സ്പെൻഡ് ഹിസ് ടൈം. And people who walk long distances would come near the Horegallu and would drink the fresh water which was kept there and share their worries with grandfather. People who travel long distances, ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്ന ആളുകൾ, they would come, അവർ വരും, they would drink the water, അവരെ വെള്ളം കുടിക്കും, and they would quench their thirst, and they would share their troubles with grandfather. അവരുടെ ട്രബിൾസ് ഗ്രാൻഡ്ഫാദറുമായിട്ട് ഷെയർ ചെയ്യും. The men shared their daily life problems with this man. ഗ്രാൻഡ്ഫാദറുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ ഡെയിലി ലൈഫ് പ്രോബ്ലംസ് ആണ്. ആൻഡ് എന്തൊക്കെയാ? ഇറ്റ് ഈസ് ഗെറ്റിംഗ് വെരി ഡിഫിക്കൽട്ട് ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ബൈ ഹെഡ്. ഈ വലിയ ഭാരം തലയിൽ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റാതായിരിക്കുന്നു. അതേപോലെ ഹിസ് സൺ ഡസ് നോട്ട് ഹെൽപ്പ് ഹിം. തൻ്റെ മകൻ തന്നെ സഹായിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവരുടെ ഡെയിലി ലൈഫിലെ ദുഃഖങ്ങളാണ് അവർ ഷെയർ ചെയ്യുന്നത്. ദ ഗ്രാൻഡ് ഫാദർ would only sit and listen without saying anything in return. He would only listen to them. He wouldn't say anything in return. Grandfather തിരിച്ചൊന്നും പറയില്ല. He would only listen to them. For people, his presence was a great relief, as that of the presence of the Horegallu. ആളുകളെ സംബന്ധിച്ച് the presence of grandfather was great as the presence of the Horegallu. ഹൊറിഗല്ലുവിൻ്റെ പ്രസൻസ് പോലെ തന്നെ കംഫർട്ടബിൾ ആണ് ഗ്രാൻഡ്ഫാദറിൻ്റെ പ്രസൻസും. ആൻഡ് ദ ഷെയറിംഗ് പ്രോസസ് വുഡ് റിഫ്രഷ് ദെയർ മൈൻഡ്സ്. ഈ ഷെയറിംഗ് പ്രോസസ്സ് അവരുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യുമായിരുന്നു. ദ ഹൊറിഗല്ലു വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഹൊറിഗല്ലു. ഗ്രാൻഡ്ഫാദർ വുഡ് സേ എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഏത് യാത്രയിലും ഹൊറിഗല്ലു അത്യന്താപേക്ഷിതമാണ്. വി ഓൾ ക്യാരി യുവർ ബേർഡൻ അക്കോർഡിംഗ് ടു യുവർ കപ്പാസിറ്റീസ് ആൻഡ് സിറ്റുവേഷൻസ്. നമ്മുടെ സിറ്റുവേഷനും കപ്പാസിറ്റി അനുസരിച്ച് നമ്മളെല്ലാം ഭാരം വഹിക്കുന്നവരാണ്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിൽക്കണം. പുട്ട് ഡൗൺ ദ ബേർഡൻ, ഭാരം ഇറക്കി വെക്കണം. ആൻഡ് റെസ്റ്റ് എടുക്കണം. ടു ഗെറ്റ് റിഫ്രഷ്ഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദാറ്റ് ലോഡ് വൺസ് അഗെയിൻ. ആ ലോഡ് വീണ്ടും ക്യാരി ചെയ്യാനായിട്ട് റിഫ്രഷ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഭാരം ഇറക്കി വെക്കണം. ആൻഡ് ദ ഹൊറിഗല്ലു ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. ഹൊറിഗല്ലു ആളുകളെ അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ആക്ട്സ് ആസ് എ ഫ്രണ്ട്. അതൊരു ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞത് നമുക്ക് ഈ യൂണിറ്റ് നമുക്ക് മൂന്നായിട്ട് തിരിച്ചാൽ ആദ്യം നമ്മൾ ഹൊറിഗല്ലു എന്താണെന്ന് പറയണം. A Horegallu literally means a stone that can bear weight. A Horegallu literally means a stone that can bear weight. It is a large flat stone placed horizontally over two vertical ones. It is a large flat stone placed horizontally over two vertical ones. And travelers from long distance would come, would sit on the Horegallu, take rest for some time, would chat with a fellow traveler, and they can get refreshed. Water would be kept in earthen pots near the Horegallu, and people could quench their thirst. For Sudhamurthy, her grandfather, the memories of her grandfather is connected with the memories of this Horegallu. And her grandfather was a retired school teacher who would spend his time near the Horegallu. Grandfather ഒരു retired school teacher ആണ്. അദ്ദേഹത്തിൻ്റെ സമയം ഹൊറിഗല്ലുവിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യും. And people would come and share their daily life worries with him. ആളുകൾ വന്നിട്ട് അവരുടെ ഡെയിലി ലൈഫ് worries അദ്ദേഹത്തോട് ഷെയർ ചെയ്യും. And he would only listen to them. അദ്ദേഹം അവരെ കേൾക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. And just listening to them seemed to refresh them. അവരെ കേൾക്കുക എന്ന പ്രക്രിയ അവരെ റിഫ്രഷ് ചെയ്യുമായിരുന്നു. And grandfather would say a Horegallu is essential in any journey. ഒരു ഹൊറിഗല്ലു ഏത് യാത്രയിലും അത്യന്താപേക്ഷിതമാണ്. We all carry burdens. നമ്മളെല്ലാം ഭാരം വഹിക്കുന്നു. അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മളുടെ സാഹചര്യവും നമ്മുടെ കപ്പാസിറ്റിയും അനുസരിച്ച് നമ്മളെല്ലാം ഭാരം വഹിക്കുന്നു.
every once in a while we need to stop. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിൽക്കണം. Put down the burden, ഭാരം ഇറക്കി വെക്കണം. Take rest for some time, കുറേ നേരം റെസ്റ്റ് എടുക്കണം. Then only we will be refreshed enough to pick up that load once again. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ലോഡ് വീണ്ടും ക്യാരി ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് ഹൊറിഗല്ലു ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. ഹൊറിഗല്ലു ആളുകളെ സഹായിക്കുന്നത് അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനാണ്. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ ഫ്രണ്ട്. ഒരു ഹൊറിഗല്ലു ഒരു സുഹൃത്തായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് അബൌട്ട് രത്ന. രത്ന വാസ് എ മിഡിൽ ഏജ്ഡ് സീനിയർ ക്ലർക്ക്. മധ്യവയസ്കയായ ഒരു സീനിയർ ക്ലർക്കാണ് രത്ന. ഹു ഓൾവേസ് കെപ്റ്റ് എ സ്മൈൽ ഓൺ ഹർ ഫേസ്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവാറുണ്ട്. ഷി വാസ് സുധാമൂർത്തിസ് കൊളീഗ്. അവർ സുധാമൂർത്തിയുടെ കൊളീഗാണ്. ആൻഡ് ഷി വാസ് എ ഗ്രാജുവേറ്റ്. രത്നയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഷി വാസ് എ ഗ്രാജുവേറ്റ് ആണ്. ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം കമ്പനി ഫോർ 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് സെയിം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Though her work was mundane and repetitive, she did it with an infectious cheerfulness. വളരെ മണ്ടൈൻ, ബോറടിപ്പിക്കുന്ന റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കാണെങ്കിലും അവൾ വളരെ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്സോടുകൂടി വളരെ എനർജി കയറിയ മാതിരി അവർ വർക്ക് ചെയ്യുമായിരുന്നു. The other employees would go to her and spoke with her during the noon intervals. noon interval സമയത്ത് മറ്റ് എംപ്ലോയീസ് രത്നയുടെ അടുത്ത് പോയി സംസാരിക്കുമായിരുന്നു. They used to share their worries with her. അവരവരുടെ ദുഃഖങ്ങളാണ് രത്നയോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നത്. They used to share their worries with her. And what Ratna did was she simply listened to their problems. രത്ന അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. They strongly trusted her, so they could talk to her freely. അവളെ അവർ വിശ്വസിച്ചു, അതുകൊണ്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. She considered betraying someone's confidence as the worst kind of betrayal. ആരുടെയെങ്കിലും രഹസ്യം പരസ്യമാക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ബിട്രയൽ, ചതി. സോ രത്ന കൺസിഡേർഡ് ബ്രേക്കിംഗ് ദ കോൺഫിഡൻസ് ഓഫ് സമ്മൺ ആസ് എ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. രത്ന വാസ് നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. രത്ന ഒരു കൗൺസിലറും അല്ല, ഒരു ബുദ്ധിജീവിയുമല്ല. ബട്ട് ഷീ ഹേർഡ് അതേഴ്സ് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. പക്ഷേ രത്ന മറ്റുള്ളവരെ കേട്ടത് സിമ്പതിയോടുകൂടിയും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ, നീ ചെയ്തത് ശരിയാണെന്നോ നീ ചെയ്തത് തെറ്റാണെന്നോ ഒന്നും പറയാതെ ആണ് രത്ന അവരെ കേട്ടത്. And Ratna's point of view, from Ratna's point of view, nobody could solve others' problems. ആർക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. They had to solve it by themselves. അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. But talking to Ratna could relieve half their burden. പക്ഷേ രത്നയോടുള്ളവരുടെ സംഭാഷണം അവരുടെ ഭാരം പകുതി കുറയ്ക്കുമായിരുന്നു. It would relieve half their burden. She heard their problems for a short while till they were ready to pick themselves up. അവരുടെ പ്രശ്നങ്ങളൊക്കെ രത്ന കേൾക്കും. ആൻഡ് ദേ ബിക്കം റെഡി ടു പിക്ക് ദംസെൽസ് അപ്പ്. അവർക്ക് അവരെ തന്നെ പിക്കപ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വരും. രത്ന വുഡ് ഓൾവേസ് സേ ഗോഡ് ഹാസ് ഗിവൺ മീ 2 years to listen to others. ദൈവം എനിക്ക് 2 കാതുകൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനായിട്ട് തന്നിട്ടുണ്ട്. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. When a person in trouble or under a lot of strain finds an outlet for his worries, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തി തൻ്റെ ദുഃഖങ്ങൾ മറക്കാനായിട്ടൊരു അവസരം കിട്ടുമ്പോൾ, തന്നെ ദുഃഖങ്ങൾ ഒഴിവാക്കാനായിട്ടൊരു അവസരം കിട്ടുമ്പോൾ അത് ആ വ്യക്തിയുടെ ഭാരം പകുതി കുറയ്ക്കും. ഇപ്പം രത്നയെ പറ്റി നോക്കിക്കുക. രത്ന വാസ് സുധാമൂർത്തിസ് കൊളീഗ് വെൻ ഷി വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോൾ സുധാമൂർത്തിയുടെ കൊളീഗ് ആയിരുന്നു രത്ന. ഷി വാസ് എ മിഡിൽ ഏജ് ലേഡി, ഒരു മധ്യവയസ്കയാണ്. ഷി വാസ് എ സീനിയർ ക്ലർക്ക്, ഒരു സീനിയർ ക്ലർക്കാണ്. ആൻഡ് ഷി ഓൾവേസ് ഹാഡ് എ സ്മൈൽ ഓവർ ഹെർ ഫേസ്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടായിരിക്കും. ആൻഡ് ഷീ ഡിഡ് ഹെർ മണ്ടൈൻ റെപ്പറ്റേറ്റീവ് വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. തൻ്റെ ബോറടിപ്പിക്കുന്ന ജോലി വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു രത്ന. ആൻഡ് ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം കമ്പനി ഫോർ ദ പാസ്റ്റ് 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരേ കമ്പനിയിലാണ് രത്ന ജോലി ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ നോൺ ഇൻ്റർവൽ സമയത്ത് പീപ്പിൾ വുഡ് കം ആൻഡ് ഷെയർ ദെയർ ഡെയിലി ലൈഫ് വറീസ് വിത്ത് രത്ന. ആളുകൾ വന്ന് രത്നയോട് അവരുടെ ഡെയിലി ലൈഫ് വറീസ് ഷെയർ ചെയ്യുമായിരുന്നു. ഡ്യൂറിങ് ദ നോൺ ഇൻ്റർവെൽസ് പീപ്പിൾ വുഡ് കം ആൻഡ് ഷെയർ ദെയർ ഡെയിലി ലൈഫ് വറീസ് വിത്ത് രത്ന. ആൻഡ് രത്ന വുഡ് ഒൺലി ലിസൺ ടു ദം. രത്ന അവരെ കേൾക്കുക മാത്രമേ ചെയ്യൂ. രത്ന വുഡ് ഒൺലി ലിസൺ ടു ദം. രത്ന ഈസ് നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. രത്ന ഒരു ട്രെയിൻഡ് കൗൺസിലറോ ഇൻ്റലക്ച്വലോ അല്ല. ബട്ട് ഷീ ഹേർഡ് ദം വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. രത്ന അവരെ കേട്ടത് സിമ്പതിയോടുകൂടിയും ജഡ്ജ്മെൻറ്റ് ഇല്ലാതെയുമാണ്. ആൻഡ് രത്ന വുഡ് നെവർ ബിട്രേ ദെയർ കോൺഫിഡൻസ്. രത്ന അവരുടെ രഹസ്യം ഒരിക്കലും ബിട്രേയിൽ, ഒരിക്കലും ചതിക്കില്ല. ആൻഡ് ഷീ കൺസിഡേഴ്സ് ബിട്രേയിങ് സമ്മൺസ് കോൺഫിഡൻസ് ആസ് എ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രേയൽ. ആരുടെയെങ്കിലും രഹസ്യം വെളിവാക്കുന്നത് പോലെ മോശമുള്ള വേറൊരു ചതിയും ലോകത്തിലില്ല. ആൻഡ് രത്ന വുഡ് ഓൾവേസ് സേ ഗോഡ് ഹാസ് ഗിവൺ മീ 2 years to listen to others. ദൈവം എനിക്ക് 2
കാതുകൾ തന്നിട്ടുണ്ട്. ആൻഡ് ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അവരെ സിമ്പതിയോടുകൂടി കേൾക്കാറുണ്ട്. ഷി വുഡ് ഓൾസോ സേ വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ, ഒരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്ന വ്യക്തി, ഓർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ, ഒരു വലിയ സ്ട്രെയിനിലകപ്പെട്ടിരിക്കുന്ന വ്യക്തി. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻസ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്. തൻ്റെ ദുഃഖങ്ങൾ ഒഴുക്കിക്കളയാനായിട്ട് ഒരു ഔട്ട്ലെറ്റ് കണ്ടുപിടിച്ചാൽ ഇറ്റ് റിലീസ് ഹാഫ് ഹിസ് ബേർഡൻ. അത് അവരുടെ ഭാരം പകുതി കുറയ്ക്കുന്നു. ആൻഡ് ഇറ്റ് റിലീസ് ഹാഫ് ഹിസ് ബേർഡൻ. ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വെയർ ഡൂയിങ് ട്രമെൻഡസ് സോഷ്യൽ സർവീസ്. ഗ്രാൻഡ് ഫാദറും രത്നയും വലിയ സാമൂഹിക സേവനമാണ് ചെയ്യുന്നത്. വിതൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത്. ഒരുപാട് പണമൊന്നുമില്ലെങ്കിൽ തന്നെയും, പണം ഉപയോഗിച്ചല്ലെങ്കിൽ തന്നെയും അവർ ചെയ്യുന്നത് വലിയൊരു സാമൂഹിക സേവനമാണ്. നോബഡി ഈവൻ തോട്ട് ഓഫ് റിവാർഡിങ് ദം. അവരെ റിവാർഡ് ചെയ്യുന്നതായിട്ട് ആരും ചിന്തിച്ചിട്ടില്ല. ബട്ട് ദേ റിജോയ്സ് ത്രൂ ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. അവർ പക്ഷേ ഈ ദയാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരുപാട് ആനന്ദം കണ്ടെത്തി. Both of them did not do anything to relieve others' problems rather than just listening to them. They would only listen to others. മറ്റുള്ളവരെ ശ്രദ്ധിക്കുക മാത്രമാണ് അവർ ചെയ്തത്. And their attitude to listen helped people to relieve half their burden. ആ കേൾക്കാനുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ആളുകളെ അവരുടെ ബേർഡൻ കുറയ്ക്കുവാനായിട്ട് സഹായിച്ചു. Though they were not trained as counselors ആയിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും they acted as psychologists. അവർ മനഃശാസ്ത്രജ്ഞരായിട്ടാണ് ആക്ട് ചെയ്തത്. who cured the mental illness of the people. ആളുകളുടെ മാനസികമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന സൈക്കോളജിസ്റ്റുകളായിട്ടാണ് അവർ ആക്ട് ചെയ്തത്. and they were like the Horegallu which helped people to relieve their burden. അവരുടെ ഭാരം കുറയ്ക്കുവാനായിട്ട് സഹായിച്ച ഹൊറിഗല്ലുവിനെ പോലെയാണ് ഇവർ ആക്ട് ചെയ്തത്. and to refresh them. അവരെ റിഫ്രഷ് ചെയ്യാൻ ഇവർ സഹായിച്ചു. A Horegallu gave them physical relief, whereas the presence of grandfather and Ratna gave them psychological relief. A Horegallu gives physical relief. Horegallu physical relief കൊടുക്കുന്നു. But the presence of grandfather and Ratna, grandfatherൻ്റെ രത്നയുടെ presence give them psychological relief. അവർക്ക് മനഃശാസ്ത്രപരമായ ആശ്വാസമാണ് കൊടുക്കുന്നത്. The psychological comfort and mental refreshment that they would give people. ഈ ആളുകൾ, ഈ രണ്ടുപേര് ആളുകൾക്ക് കൊടുക്കുന്ന സൈക്കോളജിക്കൽ റിഫ്രഷ്മെൻറ്റും മെൻ്റൽ കംഫർട്ടും is symbolic of the physical presence of Horegallu. ഹൊറിഗല്ലുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ്, ഹൊറിഗല്ലുവിൻ്റെ സാന്നിധ്യത്തിന് സിംബോളിക്കാണ്. Now let us look into the summary once again. A Horegallu literally means a stone which can bear weight. It is a large flat stone placed horizontally over two vertical ones. It acts as a stone bench. Horegallus are seen in typical Indian villages, and they are placed near massive trees which would provide shade and succor for the travelers. And travelers from long distance would come, sit on the Horegallu, take rest for some time, would share the news with a fellow traveler. And water would be kept in earthen pots near the Horegallu, and people could quench their thirst by drinking the water. For Sudhamurti, two people acted as Horegallus, her grandfather and her colleague Ratna. Her grandfather was a retired school teacher who would spend many hours near the Horegallu. Travelers would come to him and they would share their daily life worries with him. അവർ വന്ന് അവരുടെ ഡെയിലി ലൈഫ് worries അദ്ദേഹത്തോട് ഷെയർ ചെയ്യും. And he would only listen to them. അദ്ദേഹം അവരെ കേൾക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. Just listening to them seemed to refresh them. അവരെ ശ്രദ്ധിക്കുന്നത് അവരെ റിഫ്രഷ് ചെയ്തു. And grandfather would say a Horegallu is essential in any journey. ഒരു Horegallu ഏതൊരു യാത്രയിലും എസെൻഷ്യൽ ആണ്. And we all carry our burden according to our situations and capacities. നമ്മുടെ സാഹചര്യവും നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളെല്ലാം ഭാരം താങ്ങുന്നു. But every once in a while, ഇടയ്ക്കിടയ്ക്ക് we need to stop. നമ്മൾ നിൽക്കണം, put down the burden ഇറക്കി വെക്കണം, and take rest for some time. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം. Then only we will be refreshed enough to pick up that burden once again. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബേർഡൻ വീണ്ടും വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. And Ratna was Sudhamurti's a Horegallu helps people regain their strength. Horegallu ആളുകളെ അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ സഹായിക്കും. Ratna was Sudhamurti's colleague when she was working in Mumbai. മുംബൈ വർക്ക് ചെയ്യുമ്പോൾ സുധാമൂർത്തിയുടെ കൊളീഗ് ആയിരുന്നു രത്ന. She was a senior clerk ആണ്. She was a middle-aged lady. She was a graduate ആണ്. And she always kept a smile over her face. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവാറുണ്ട്. And she had been working in the same company for the past 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരേ കമ്പനിയിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. During noon, she did her mundane repetitive work with an infectious cheerfulness. വളരെ cheerful-ആയിട്ട് അവർ അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. And the other employees would share their problems with Ratna during the noon intervals. Noon interval സമയത്ത് മറ്റുള്ളവർ രത്നയുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. And Ratna would listen to them with sympathy and without any judgment. രത്ന അവരെ സിമ്പതിയോടുകൂടി ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ അവർ പറയുന്നത് കേൾക്കുമായിരുന്നു.
ടോക്കിംഗ് ടു രത്ന റിഫ്രഷ് ദം. രത്നയോട് സംസാരിക്കുന്നത് അവരെ റിഫ്രഷ് ചെയ്യുമായിരുന്നു. ആൻഡ് രത്ന വുഡ് സേ ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. എനിക്ക് ദൈവം 2 ചെവികൾ തന്നിട്ടുണ്ട്. ഷീ ഈസ് നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. ട്രെയിൻഡ് കൗൺസിലറും അല്ല ഇൻ്റലക്ച്വലും അല്ല. ബട്ട് ഷീ വുഡ് ലിസൺ ടു പീപ്പിൾ വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ആളുകളെ കേൾക്കുമായിരുന്നു. ആൻഡ് ഷീ വുഡ് സേ നോബഡി ക്യാൻ സോൾവ് അതേഴ്സ് പ്രോബ്ലംസ്, ദേ ഹാവ് ടു സോൾവ് ഇറ്റ് ബൈ ദംസെൽസ്. ആർക്കും മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, അവരവരുടെ പ്രശ്നം പരിഹരിക്കണം. ആൻഡ് ഷീ സേസ് വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ, പ്രശ്നത്തിലുള്ളൊരു വ്യക്തി, ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഫൈൻസ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്, തൻ്റെ ദുഃഖങ്ങൾ ഒഴുക്കി കളയാനൊരു ഔട്ട്ലെറ്റ് കണ്ടെത്തുകയാണെങ്കിൽ ഇറ്റ് റിലീസ് ഹാഫ് ഹിസ് ബേർഡൻ, അത് ആ വ്യക്തിയുടെ പകുതി ഭാരത്തെ മാറ്റിക്കൊടുക്കും. റിലീസ് ഹാഫ് ഹിസ് ബേർഡൻ. Both these people, they are symbolic of their presence is symbolic of the physical presence of the Horegallu. അവരുടെ പ്രസൻസ് ഹൊറിഗല്ലുവിൻ്റെ ഫിസിക്കൽ പ്രസൻസിന് സിംബോളിക് ആണ്. വൈ? ബിക്കോസ് ഹൊറിഗല്ലു വുഡ് ഗിവ് പീപ്പിൾ ഫിസിക്കൽ റിലീഫ്. ഹൊറിഗല്ലു ആളുകൾക്ക് ഫിസിക്കൽ റിലീഫ് കൊടുക്കുമ്പോൾ ദീസ് പീപ്പിൾ വുഡ് ഗിവ് ദം സൈക്കോളജിക്കൽ കംഫർട്ട്. ഈ ആളുകൾ അവർക്ക് സൈക്കോളജിക്കൽ കംഫർട്ടാണ് കൊടുക്കാറുള്ളത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ.